അപ്പം നമുക്ക് ഇപ്പോൾ ഒരു സംശയം പൊതുവെ വന്നിരിക്കുന്നത്, നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ശരീരം ആൽക്കലൈൻ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം. ആൽക്കലൈൻ മീഡിയത്തിൽ ക്യാൻസർ സെൽ വളരില്ല. അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്, യാഥാർത്ഥ്യമാണ്. അതായത് ഒരു അസിഡിക് മീഡിയത്തിൽ മാത്രമേ ക്യാൻസർ സെൽ വളരൂ. എല്ലാ രോഗങ്ങളുടെയും മൂലകാരണങ്ങളിൽ ഒന്ന് അസിഡിറ്റിയാണ്, ബ്ലഡിന്റെ അസിഡിറ്റി. 98% രോഗങ്ങളും രക്തത്തിന്റെ pH-ഉമായിട്ട്, അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ അതിന് പകരം അതിനെ ആസിഡിറ്റിയെ മാറ്റാൻ നമ്മൾ പറയുന്നത് എന്താ? കുക്കുംബർ ജ്യൂസ് കുടിക്കുക, കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ ചൊരക്കയുടെ ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ പടവലത്തിന്റെ ജ്യൂസ് കുടിക്കുക. അതായത് ക്ഷാരാംശം, ആൽക്കലിനിറ്റി കൂടിയ പച്ചക്കറികളുടെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് കൊടുക്കുന്ന സജഷൻ. ഇതിന്റെ ചോട് പിടിച്ച് ആൽക്കലൈൻ വാട്ടർ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നത് ഒരു 12 വർഷം മുമ്പ് തന്നെ എൻ്റെ അടുക്കല് ആൽക്കലൈൻ വാട്ടറുമായിട്ട്, അതായത് ജപ്പാൻകാരുടെ ഒരു ടെക്നോളജി ഉണ്ട്, കെങ്കൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട്. ആ വാട്ടറിന്റെ ആ മെഷീന്റെ സെയിൽസ് മാനേജർ, റെപ്രസെൻറ്റേറ്റീവ്, കേരളത്തിലെ റെപ്രസെൻറ്റേറ്റീവ് ഉൾപ്പെടെ എൻ്റെ അടുക്ക വന്നു. ആ വെള്ളം കൊണ്ടുവന്നു, വെള്ളം പരിശോധിച്ച് കാണിച്ചു, ശരിയാണ്, അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ചോട് പിടിച്ച് ഒരുപാട് ആൽക്കലൈൻ വെള്ളം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പച്ചവെള്ളം മനുഷ്യന്റെ വെള്ളമല്ല. അതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തെ ആൽക്കലൈൻ ആക്കിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതേസമയം അത് pH കറക്റ്റ് ചെയ്യണം. ഇപ്പൊ സാധാരണ മനുഷ്യർ വെള്ളമാണ് കുടിക്കണത്. അപ്പൊ ആ വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യണം. ആ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വെളുത്ത കക്ക വെള്ളത്തിലിട്ട്, അല്ലെങ്കിൽ കക്കയുടെ പൊടിയിട്ട്, അല്ലെങ്കിൽ കുമ്മായ ഇട്ട് വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യും. ഇതിന് പകരം ടെക്നോളജികളിലൂടെ, പല വിധത്തിലുള്ള ഇലക്ട്രോണിക് ടെക്നോളജികളിലൂടെ വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യുന്ന വഴികൾ അതിട്ട് വരുന്നുണ്ട്. അത് ആരോഗ്യത്തിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആരോഗ്യത്തിന് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തുമില്ല. കാരണം ഇപ്പൊ കെങ്കൻ വാട്ടർ പോലെയുള്ള വെള്ളം സിസ്റ്റം കേടുവരുത്തും. എനിക്കറിയാം, ഒരുപാട് ഡോക്ടർമാര് ഈ വെള്ളം വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഈ മിഷ്യൻ മേടിച്ചു വെച്ച് ഈ വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും അവയവത്തെ ആയിരിക്കില്ല കേടാക്കുക, ഒരു സിസ്റ്റത്തെ തന്നെ അത് കേടാക്കാം. ഒന്നെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ മൊത്തത്തിൽ കുഴപ്പമാക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും മാർക്കറ്റിൽ കിട്ടുന്ന വെള്ളം സാൻഡ് ഫിൽറ്ററിങ്ങിലൂടെ നമുക്ക് എടുക്കാം. സാൻഡ് ഫിൽറ്ററിങ്ങിന്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്ത കക്കായും കൂടി ഇടാമെങ്കിൽ pH കറക്റ്റ് ചെയ്ത വെള്ളം നമുക്ക് കിട്ടും. ഇനി അങ്ങനെ കുടിക്കണമെങ്കിൽ അത് കുടിക്കുക. പക്ഷേ മനുഷ്യ ശരീരത്തിന് വേണ്ടത് ഒരു ചെടി, അതിനെ ആൽക്കലൈൻ വാട്ടറാക്കി ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളമാക്കി തരുന്നതാണ്. ഒരു സസ്യത്തിന്റെ ടെക്നോളജിയുടെ മുന്നിൽ ഒരു മനുഷ്യന്റെ ടെക്നോളജി ഒന്നുമല്ല, ബിഗ് സീറോയാണ്. ഒരു സസ്യം ചെയ്യുന്നത് പോലെ മനുഷ്യന് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, ഗവേഷണം നടത്തിയിട്ടില്ല, ഗവേഷണമൊന്നും നടത്തണ്ട. ഇക്കോളജി അത് അംഗീകരിച്ചു തരില്ല. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രപ്രകാരം ആൽക്കലൈൻ ജലത്തെ ആൽക്കലൈൻ ആക്കേണ്ടത് ഒരു സസ്യത്തിന്റെ ടെക്നോളജിയിലൂടെയാണ്. ഇപ്പൊ കുക്കുംബർ വലിച്ചെടുക്കുന്നത് പച്ചവെള്ളം അല്ലേ? പക്ഷെ കുക്കുംബറിനകത്ത് വെള്ളം നല്ല ആൽക്കലൈൻ വാട്ടറാണ്. അതാണ് മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ്. അല്ലാതെ ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് പച്ചവെള്ളത്തെ ആൽക്കലൈനാക്കി കുടിച്ചുകൊണ്ട് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഗവേഷണം നടത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഇക്കോളജി ശാസ്ത്രപ്രകാരം അത് അംഗീകരിക്കില്ല. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സസ്യങ്ങളിലൂടെ കയറിയ വെള്ളം. ഇപ്പൊ കരിമ്പിൻ ജ്യൂസ്, കരിമ്പ് കുടിക്കുന്നത് പച്ചവെള്ളമല്ലേ? കരിമ്പിന്റെ ജ്യൂസോ മധുരവെള്ളമാണ്. മനുഷ്യന് ഒരു കുഴലിലൂടെ പച്ചവെള്ളം കടത്തി വിട്ടിട്ട് കരിമ്പിന്റെ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ? പറ്റില്ല. ഒരു ടെക്നോളജിക്കും പറ്റില്ല. സസ്യം ഒരു ടെക്നോളജി ചെയ്യുമ്പോൾ അത് മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ അതിൽ പ്രകൃതി മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുക. പിടികിട്ടിയല്ലേ? ഇപ്പൊ വേമ്പനാട് കായലിലെ ജലം വേനൽക്കാലത്തും മഴക്കാലത്തും pH ന്യൂട്രൽ ആയിരിക്കും എപ്പോഴും.
അത് pH ന്യൂട്രലാക്കി നിർത്തുന്ന സംവിധാനം പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് അതിനകത്ത് മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നിർത്തുന്നത് അതിനകത്തെ ഷെല്ലുകൾ, കക്ക വീണടിഞ്ഞ് അതാണ് അതൊരു കറക്റ്റ് ആക്കുക. കേട്ടാ, നമ്മൾ ദി മോർ നാച്ചുറൽ ദി മോർ സസ്റ്റൈനബിൾ, അത് മനസ്സിലാക്കിയിരിക്കും. പരമാവധി നാച്ചുറൽ, വെള്ളത്തെ ആൽക്കലൈൻ ആക്കാൻ പരമാവധി നാച്ചുറൽ എന്ന് പറയുന്നത് ഒരു ചെടി വലിച്ചെടുത്ത് ആൽക്കലൈൻ ആക്കി തരുന്നതാണ്. അത്രയൊന്നും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇനി കാൽസ്യം കാർബണേറ്റ് ഇട്ടോ ചുണ്ണാമ്പ് കലക്കോ കുമ്മായം കലക്കോ, ഇപ്പൊ പശുവിനൊക്കെ ഗ്യാസ് വരുമ്പോ പണ്ട് കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. കുമ്മായം ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് അടിയും തെളിവെള്ളം വരും. ഈ തെളിവെള്ളം എടുത്ത് പശുവിന് കൊടുക്കും, ഗ്യാസ് പോകും. കാരണം അത് ഹെവി ആൽക്കലൈൻ വാട്ടറാണ്. അതുകൊണ്ട് ആ വെള്ളം എടുത്ത് നമ്മൾ കുടിക്കരുത്. ഗ്യാസ് വരുന്നു, കുമ്മായം കലക്കിയ തെളിവെള്ളം എടുത്ത് കുടിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കും. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ഒരു 3-4 കഷ്ണം കുക്കുംബർ കടിച്ചു തിന്നുകയോ അതിന്റെ ജലം എടുത്ത് കുടിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ നീര് കഴിക്കുക, അല്ലെങ്കിൽ ചൊരക്കയുടെ നീര് കഴിക്കുക. അതാണ് 100% നാച്ചുറൽ എന്ന് പറയുന്ന സാധനം. മഴവെള്ളം കുടിവെള്ളമല്ല, അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ജലം, കുടിവെള്ളം എന്ന് പറയുന്നത് മിനറൽ വാട്ടറാണ്. മിനറൽ വാട്ടർ നമുക്ക് വേണം. മഴവെള്ളത്തിൽ മിനറൽസ് ഇല്ല. മഴവെള്ളത്തിലെ മിനറൽസ് വരുന്നത് മഴ പെയ്ത് ജലം മണ്ണിലൂടെ ഒഴുകി വന്ന് ജലാശയങ്ങളിൽ എത്തുന്ന വെള്ളം. മണ്ണിലാണ് മിനറൽസ് ഉള്ളത്. ആ മണ്ണിലുള്ള മിനറൽസ് മുഴുവൻ ലയിച്ചു തരും. നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതും ഗുണമില്ലാത്തതും ലയിച്ചു തരും. ഈ ഗുണമില്ലാത്ത ദോഷകരമായതിനെ അരിച്ചു മാറ്റാൻ പ്രകൃതി സംവിധാനമുണ്ട്. വാട്ടർ എഡ്ജ് പ്ലാന്റ് എന്ന് പറയും. ഒതളം അതിലൊന്നാണ്. ഒതളം ഈ ജലാശയങ്ങളുടെ തീരങ്ങളിൽ വസിക്കുന്ന സകല ജലത്തിൻ്റെയും സസ്യങ്ങളുടെയും ജോലി ജലത്തിലെത്തിയ ദോഷകരമായതിനെ വലിച്ച് അതിന്റെ കാമ്പിനുള്ളിലാക്കുക. അപ്പൊ അതൊരു വിഷക്കായായിരിക്കും. അതുകൊണ്ടാണ് ഒതളങ്ങ ചത്തുപോണത്. അപ്പൊ ഇതെല്ലാം വലിച്ചു മാറ്റാൻ വെള്ളത്തിൽ വസിക്കുന്ന സകല ജീവജാലങ്ങൾ, കക്ക, ഷെല്ല് എല്ലാം മാലിന്യങ്ങൾ വലിച്ചെടുക്കുന്നതാണ്. വെള്ളത്തിൽ കിടന്നു വളരുന്ന പായലുകൾ മാലിന്യം വലിച്ചു മാറ്റാനുള്ളതാണ്, വേണ്ടാത്ത വലിച്ചു മാറ്റാനാണ്. ഇങ്ങനെ വലിച്ചു മാറ്റി വരുന്ന ജലം ഏതെങ്കിലും നമ്മുടെ സസ്യം കുടിച്ച് ജീവന്റെ തലം ഉയർത്തണം. പച്ചവെള്ളം കുടിച്ചാലും നമുക്ക് ജീവിക്കാൻ പാടില്ലെന്നല്ല ഞാൻ പറയണേ. പക്ഷേ വിധിച്ച വെള്ളം, മനുഷ്യ ശരീരത്തിന് വിധിച്ച വെള്ളം എന്ന് പറയുന്നത് ഒരു സസ്യം ആ ജലത്തെ വലിച്ചെടുത്ത് അതിന്റെ ജീവന്റെ തലം ഉയർത്തണം. വെള്ളത്തിൽ എല്ലാ മിനറൽസും ഉണ്ട്. പക്ഷേ ആ മിനറൽസും ജലവും ഒരു സസ്യത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ ജലത്തിന്റെ ജീവൻ മാത്രമല്ല ഉയർത്തപ്പെടുക, മിനറലുകളുടെ ജീവനും കൂടി ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പച്ചവെള്ളമാണ് കുടിക്കണമെങ്കിൽ ജീവന്റെ തല ഉയർത്തപ്പെടാത്ത മിനറൽസ് ആണ് നമ്മൾ കഴിക്കുന്നത്. ശരീരത്തിന് വേണ്ടത് അതല്ല. പിടികിട്ടിയില്ലേ? നാളിതുവരെ മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ശരിയാണ്. പക്ഷെ ഇക്കോളജി ശാസ്ത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും, മനുഷ്യന് വേണ്ടി ഒരു ജലം പ്രകൃതി ഒരുക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിൽ കയറിപ്പറ്റിയ ജലമാണ്, കരിമ്പിന്റെ ജ്യൂസിനകത്ത് കയറിപ്പറ്റിയ ജലമാണ്, അല്ലെങ്കിൽ കുക്കുംബറിനകത്ത് പടവെള്ളത്തിനകത്ത് കയറിപ്പറ്റിയ ജലമാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിയേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കത് പറ്റില്ല. കാര്യം ശരിയാണ്. പക്ഷേ നമുക്ക് ഒരു വളരെ വളരെ ദോഷകരമായി ഇപ്പൊ ക്യാൻസർ പോലെയുള്ള ഒരു രോഗം വന്നു മാറ്റണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒരു കാരണവശാലും കൊടുക്കരുത്, അത് തിളപ്പിച്ചും കൊടുക്കരുത്. എന്നാൽ ഫ്രൂട്ട് ജ്യൂസ് മാത്രം കൊടുക്കണം, ഫ്രൂട്ട്സ് മാത്രം കൊടുക്കുക, വേവിക്കാത്ത ഭക്ഷണം മാത്രം കൊടുക്കുന്നു. അതാണ് നമ്മളിപ്പോൾ ശ്രമിക്കണേ. നമ്മളെ ആനന്ദ കേന്ദ്രത്തിൽ നമ്മൾ ട്രയൽ ചെയ്യാൻ പോകുന്നതാണ്. ഏതായാലും ചത്തുപോയില്ലല്ലോ. വേവിക്കാത്ത മാത്രം കഴിക്കാതിരുന്നാൽ ചത്തുപോകും. എന്നാൽ വേവിക്കാത്ത ഭക്ഷണം, ഇപ്പൊ നിങ്ങൾ മധുരക്കിഴങ്ങും മത്തങ്ങയും കരിമ്പിന്റെ ജ്യൂസും വാഴപ്പഴങ്ങളും എല്ലാ തരം പഴങ്ങളും അവക്കാടയും നിലക്കടലയും ഒക്കെ കഴിച്ചാൽ ചത്തുപോകത്തില്ല. എന്നാൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് അത് കഴിച്ച് കൊടുത്ത് നോക്കിക്കൂടെ? ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ കൊടുക്കുന്നത് മുഴുവൻ ഒരു 3, 4, 5 ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ്. കോസ്റ്റ്ലിയാണ്, ഇന്ന് നടക്കില്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. പക്ഷേ
നമ്മൾക്ക് വേണ്ട 5 അന്നങ്ങളും ഉണ്ടാക്കേണ്ട ജോലി നമ്മുടെ. ഒരു നേരം വേവിക്കാത്തത് കഴിച്ചാൽ 33% ആയില്ലേ? 33.3 ആയില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ല, മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താണ്? നൂറ്റാണ്ടുകളായി നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ഇത് എന്തെങ്കിലും വന്നിട്ടില്ല. വീട്ടിലുള്ളവർക്ക് അറിയാമോ? നാട്ടിലുള്ളവർക്ക് അറിയാൻ പാടില്ല. കാരണം ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം അത് വേരൂന്നി വരുന്നതേ ഉള്ളൂ. ആഴത്തിലേക്ക് വേരൂന്നി അത് പടർന്ന് പന്തലിക്കാൻ പോവുകയാണ്. ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിലൂടെ അല്ലാതെ നമ്മളുടെ ഒരു പ്രശ്നത്തിനും, മനുഷ്യന്റെ യാതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തീർത്തും പറയുന്നത്, അവസാനം ഇവിടെ തന്നെ വന്ന് അടിയേണ്ടി വരും. ഇക്കോളജിയിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യും, അത് വേറെ കാര്യം. ഇക്കോളജി ശാസ്ത്രത്തിൽ തന്നെ നമ്മൾ കൂടുതൽ അഡ്വാൻസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ കരിമ്പിൻ ജ്യൂസിന് നമ്മൾക്ക് കടൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് സോഡിയവും കൂടി കൊടുത്തിട്ട്, ആ സോഡിയം ജീവന്റെ തലം ഉയർത്തപ്പെട്ട സോഡിയം, കല്ലുപ്പല്ല. വ്യത്യാസമില്ലേ? ഒരു കരിമ്പിൻ ജ്യൂസ്, കടൽ വെള്ളം കുടിച്ച് വളരുന്ന ഒരു കരിമ്പിന്റെ ജ്യൂസിനകത്തെ സോഡിയം, കല്ലുപ്പ് കലക്കിയ സോഡിയം, രണ്ട് ഡിഫറൻ്റ് അല്ലേ? സാധനം ഡിഫറൻ്റ്. ആ സോഡിയം ചെല്ലുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്. ആ സോഡിയം വരുമ്പോൾ അവന്റെ ചിന്താഗതിയിൽ മാറ്റം വരും. അപ്പൊ അതുപോലെ നമ്മൾ അതുപോലെ കൃഷിയെ മാറ്റണം. അതിനാണ് നമ്മൾ പുതുയുഗ കൃഷി എടുത്തിരിക്കുന്നത്. തന്നെ ഒരു പുതുയുഗ കൃഷി നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം മാറ്റാമെന്ന് നമ്മൾ വിചാരിക്കണില്ല. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം മാറ്റിക്കളെ. ഇപ്പൊ ഞാൻ പോയി ചോറ് കഴിച്ചും വന്നല്ലേ ഉള്ളൂ. ഞാൻ വേവിക്കാത്തത് കഴിക്കണമെന്ന് പറയണേ, ഞാൻ പോയി ഇപ്പൊ ചോറ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. എനിക്കിപ്പോ മാറ്റാൻ പറ്റില്ല, മനസ്സിലായില്ല. പക്ഷേ പതുക്കെ നമുക്കത് മാറ്റാൻ പറ്റും. എവിടെ തുടങ്ങണം? പ്രഗ്നൻസി പീരീഡില് ഒരു അമ്മ ഇത് കഴിച്ചു തുടങ്ങിയാൽ കുട്ടികളിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ? കുട്ടികളുണ്ടാവും. അവർ ഫ്രൂട്ട്സ് കഴിച്ചാൽ അവർക്ക് ഒരു മടുപ്പും വരില്ല, ഒരു മടുപ്പും ഉണ്ടാവില്ല. കുറച്ചൊന്ന് കഴിച്ചാൽ മതി. ഒരു അമ്മ വിചാരിച്ചാൽ പ്രഗ്നൻസി പീരീഡിൽ അമ്മ ധാരാളം ഫ്രൂട്ട്സ്, വൈവിധ്യമാർന്ന ഫ്രൂട്ട്സ്, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും നിശ്ചിത റേഷ്യോയിൽ കിട്ടുന്നത്, കരിമ്പ്, കടൽ വെള്ളത്തിൽ വളരുന്ന കരിമ്പിന്റെ ജ്യൂസ് എടുത്ത് കുടിക്കുക. ശരിയാവില്ലേ?